ശാസ്ത്രീയമായി പട്ടുനൂൽ കൃഷി അറിയപ്പെടുന്നത് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ശാസ്ത്രീയമായിട്ട് സെറികൾച്ചർ ആണോ, എപ്പികൾച്ചർ ആണോ, പിസികൾച്ചർ ആണോ, വിറ്റികൾച്ചർ ആണോ? ഏതാണ് അവിടെ ആൻസർ ആയിട്ട് വരിക? ഏതാണ്? അത് തന്നെയാണ് നമ്മളുടെ ആൻസർ, സെറികൾച്ചർ ആണ് അല്ലെ. സെറികൾച്ചർ ആണ്. പട്ടുനൂൽ വ്യവസായത്ത് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന നമ്മുടെ രാജ്യമാണ് ഏതാണ്? നമ്മുടെ രാജ്യമായ ഇന്ത്യയല്ല, ഏതാണ്? ചൈനയാണ് അല്ലെ. ഏതാണ്? ചൈനയാണ്. രണ്ടാം സ്ഥാനമാണ് നമ്മുടെ രാജ്യമായ ഇന്ത്യ. ഏതാണ്? നമ്മുടെ രാജ്യമായ ഇന്ത്യയാണ്. മൂന്നിൽ നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കർണാടകയാണ്. ആസാമിൽ മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാനപ്പെട്ട തരം ഒരു പട്ടുനൂൽ സിൽക്കിന്റെ പേരാണ് മുഖാ സിൽക്ക്. എന്താണ്? മുഖാ സിൽക്ക്. എന്താണ് മക്കളെ? മുഖാ സിൽക്കാണ്. സെൻട്രൽ സിൽക്ക് ബോർഡ് സ്ഥിതി ചെയ്യുന്നത് ബാംഗ്ലൂരാണ്. എവിടെ? സെൻട്രൽ സിൽക്ക് ബോർഡ് സ്ഥിതി ചെയ്യുന്നത് ബാംഗ്ലൂരാണ്. ഉറങ്ങിയ ആരൊക്കെയോ കോട്ടുവായി ഇടുന്നുണ്ട്. ഉറങ്ങിയ ഞാൻ പറഞ്ഞതാണ്, ഞാൻ കുളിച്ചിട്ടില്ല, എനിക്ക് പെട്ടെന്ന് ഉറക്കം വരും, നിങ്ങൾ ഉറങ്ങി തോന്നുന്നു. 19ാമത്തെ ചോദ്യം നോക്കിയേ. ചേരുംപടി അങ്ങോട്ട് ചേർക്കുക. തസ്ലീമാനു ഇപ്പൊ ഉറങ്ങി എണിച്ചിട്ടാണ് പല്ല് തേക്കുന്ന പോലെ ഹായ് മിസ് എന്ന് പറയുന്നത് അല്ലെ. ചേരുംപടി. മിസ്സിന്റെ ക്ലാസ്സിൽ ഉറങ്ങാൻ പറ്റില്ല, ഉറങ്ങിയാൽ ശരിയാക്കി തരും ഞാൻ. ഇമാരും ഞാൻ വല്ല തൊള്ളയിട്ടുകൊണ്ടിരിക്കും, നിങ്ങൾ ഉറങ്ങിയാൽ എങ്ങനെ ശരിയാവും? ചേരുംപടി ഒന്ന് മക്കൾ വേഗം ചേർത്തേ. ചേർത്തേ. കൽപ്പാക്കം. എന്താണ് കൽപ്പാക്കം? കൽപ്പാക്കം മിസ്സേ CA PDF മാത്രമാണ് ക്ലാസ്സിൽ കിട്ടുക. പൊന്നു, നമുക്ക് CAയുടെ PDF മാത്രമാണ് നമ്മുടെ പെയ്ഡ് ക്ലാസ്സിൽ കിട്ടുന്നത് കേട്ടോ. ആണവ നിലയമാണ് അല്ലെ കൽപ്പാക്കം. എന്താണ്? തമിഴ്നാട് അല്ലെ. എന്താണ്? ആണവ നിലയമാണ്. ജാരിയ. എന്താണ് ജാരിയ? കൽക്കരിയാണ്. മധുര. ആണോ? പിന്നെ നേപ്പാനഗർ, അതൊന്ന് മാറി അവർ ചെയ്തതാണ്, ഒന്ന് ശ്രദ്ധിക്കുക. പക്ഷെ ആൻസർ കറക്റ്റ് ആണ് കേട്ടോ. നേപ്പാനഗർ ന്യൂസ് പ്രിന്റ് ആണ്. നമ്മളിത് PYQ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഇത് PYQ ആണ്, ഇങ്ങനെ തന്നെയായിരുന്നു അതിൽ കൊടുത്തത് കേട്ടോ. അതുകൊണ്ടാണ് ന്യൂസ് പ്രിന്റ്. ക്ലിയർ ആണോ? അടുത്ത ചോദ്യം. ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം ആരാണ്? ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം ആരാണ്? ഉത്തർപ്രദേശില്. അങ്ങനെയാണെങ്കിൽ ലോകത്തിന്റെ പഞ്ചസാര കിണ്ണം ഏതാണ്? ലോകത്തിന്റെ അത് ക്യൂബയാണ്. ലോകമാണെങ്കിൽ ക്യൂബയാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഷുഗർ കെയിൻ അല്ല റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഷുഗർ കെയിൻ റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് ലക്നൗ ആണ്. ഏതാണ്? ലക്നൗ ആണ്. ലോകത്തിന്റെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്ന അത് ക്യൂബയാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ ഇന്ത്യയിൽ കാർഷിക മേഖലയെ ആശ്രയിച്ച ഏറ്റവും വലിയ രണ്ടാമത്തെ ഒരു വ്യവസായമുണ്ട് ഈ പഞ്ചസാര വ്യവസായം എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ആദ്യത്തെ പഞ്ചസാര മില്ല് സ്ഥാപിതമായത് എവിടെയാണ് പറഞ്ഞേ? ബേട്ടിയ ബീഹാർ. ഞാൻ പറഞ്ഞു SCRT നോക്കാൻ പറഞ്ഞ ബേട്ടിയ ബീഹാർ ആണ്. ഹൗറയിൽ ഇന്ത്യയിലെ ആദ്യ പട്ടുനൂൽ ഫാക്ടറി സ്ഥാപിതമായ വർഷം ചോദിച്ചിട്ടുണ്ട്. PYQ ആണ്. ഹൗറയിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് ആ പട്ടുനൂൽ ഫാക്ടറി സ്ഥാപിതമായ വർഷം 1832 ആണ്. 1832 താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ഇന്ത്യയിലെ പൊതുമേഖല ഇരുമ്പ് നിർമ്മാണശാല നിയന്ത്രിക്കുന്ന സ്ഥാപനമാണ് സെയിൽ എന്ന് പറയുന്നത്. ശരിയാണോ? സെയിൽ എന്ന് പറയുന്നതാണ് സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ അല്ലെ. അതവിടെ ശരിയാണോ? അറിയില്ല എന്നാ
ഞാൻ അറിയിപ്പിച്ചു തരാം, അതവിടെ ശരിയാണ്. സ്റ്റെയിൽ നിലവിൽ വന്ന വർഷം 1983 എന്ന് പറഞ്ഞ ഞാൻ സമ്മതിക്കില്ല. 1973 സെയിലിന്റെ ആസ്ഥാനം ഡൽഹിയാണ് എന്ന് പറയുന്നു. അതവിടെ ശരിയാണ്. 1 3 മാത്രമാണ് ശരിയല്ലേ? അതിലും 1 3 മാത്രം തന്നെയാ ശരി. സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ അല്ലെ 5 സംയോജിത പ്ലാന്റുകളും അല്ലെ 3 തരത്തിലുള്ള പ്രത്യേക സ്റ്റീൽ പ്ലാന്റുകളും ഇരുമ്പ് ഉൽപ്പാദിപ്പിക്കുന്നു. ബിലായി, ബൊക്കാറോ, ഇൽസ്കോ, ദുർഗാപൂർ, റൂർക്കേല എന്നിവയാണ് 5 എണ്ണം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏതൊക്കെയാണ്? ബിലായി അല്ലെ, ബൊക്കാറോ, ഇൽസ്കോ, ദുർഗാപൂർ, റൂർക്കേല എന്നിവയാണ് 5 എണ്ണം എന്ന് മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണോ? അലൈ സ്റ്റീൽ പ്ലാന്റ് അല്ലെ, സേലം സ്റ്റീൽ പ്ലാന്റ് എന്നിവയാണ് സെയിലിന്റെ പ്രത്യേക സ്റ്റീൽ പ്ലാന്റുകൾ എന്നും കൂടി മനസ്സിലാക്കുക. സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ 5 സംയോജിത പ്ലാന്റുകളും 3 പ്രത്യേക പ്ലാന്റുകളും. ഏതൊക്കെയാണ് 5 എണ്ണം? ബിലായി, ബൊക്കാറോ, ഇൽസ്കോ, ദുർഗാപൂർ, റൂർക്കേലയാണ് 5 എണ്ണം. പിന്നെ പ്രത്യേകം 3 ഏതൊക്കെയാണ്? അലോയ് സ്റ്റീൽ പ്ലാന്റും സേലം സ്റ്റീൽ പ്ലാന്റും VSL തോന്നുന്നു കേട്ടോ. ആണോ? അതെ, ഇന്ത്യയിലെ പൊതുമേഖലാ ഇരുമ്പുരുക്ക് വ്യവസായശാലകളെ നിയന്ത്രിക്കുന്നതാണ് സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ. അടുത്ത ചോദ്യം, തേയില ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്? തേയില ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്? ആസാമാണ്. ഇന്ത്യയുടെ ദേശീയ തേയിലത്തോട്ടം അല്ലെ. ഈ കർണാടകയാണെങ്കിലോ ഇന്ത്യയുടെ കാപ്പിത്തോട്ടമാണ്. നമ്മളുടെ ആൻസർ ഏതാണ്? ആസാമാണ്. ഏതാണ് മക്കളെ? ആസാമാണ്. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളുമായി ബന്ധപ്പെട്ട് വ്യവസായം തിരിച്ചറിയുക. ഗ്രീക്കുകാർ സിൻഡർ എന്ന് വിശേഷിപ്പിച്ച വ്യവസായം. SCERT വായിച്ച മക്കൾക്ക് അവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ആൻസർ ചെയ്യാൻ പറ്റും. ഏതാണ് അവിടെ ആൻസർ? ഏതാണ്? അത് തന്നെയാണ്, നിങ്ങൾ ഉദ്ദേശിച്ചത് തന്നെയാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴയ വ്യവസായം, ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക വ്യവസായം, യൂണിവേഴ്സൽ ഫൈബർ ഏതാണ്? അതന്നെയാണ് പരുത്തിയാണ് അല്ലെ. പോകണം. ഏതാണ്? പരുത്തിയാണ്. കണ്ട, എൻ്റെ മക്കള് ലാസ്റ്റ് എത്തുമ്പോൾ എല്ലാം പഠിച്ചു കഴിഞ്ഞു. അതാണ് നിങ്ങൾക്ക് സൂപ്പർ. ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ചോദിക്കുകയാണെങ്കിൽ അതേതാണ്? തേയില ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? അപ്പൊ ഈ തേയിലയുടെ ശാസ്ത്രീയ നാമം എന്താണ്? രാജ്യം ചൈന. ഏതാണ്? അപ്പഴേ പറഞ്ഞു അല്ലെ, ചൈനയാണ് അല്ലെ. തെറ്റിക്കില്ല. തേയിലയുടെ ശാസ്ത്രീയ നാമം എന്താണ്? കമേലിയ. പറഞ്ഞേ. സൈനൻസിസ്. എന്താണ്? കമേലിയ സൈനൻസിസ് ആണ്. ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്ത പ്രധാന പാനീയ വിളയാണ് അല്ലെ. തേയില കൃഷി ചെയ്യുന്ന കേരള ജില്ല ചോദിക്കുകയാണെങ്കിൽ അത് ഇടുക്കിയും വയനാടുമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ഏതാണ്? അതന്നെയാണ്. ഏതാണ്? ജാറിയ, ജാർഖണ്ഡ് ആണ് അല്ലെ. ഏതാണ്? ജാറിയ, ജാർഖണ്ഡ് ആണ്. കൽക്കരി എന്താണ്? കൽക്കരി പറഞ്ഞ താപോർജ ഉൽപാദനത്തിനും അല്ലെ ഇരുമ്പായിരിന്റെ ഉരുക്കൽ പ്രക്രിയക്കൊക്കെ ഉപയോഗപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ധാതുവാണ്. ഇന്ത്യയിലെ കൽക്കരി നിക്ഷേപങ്ങളുടെ ഏറ്റവും പങ്ക് ബിറ്റുമിൻ എന്ന ഇനത്തിൽ നിന്നാണ് കിട്ടുന്നത് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കൽക്കരി ഖന കേന്ദ്രം ഏതൊക്കെയാണ്? റാണിഗഞ്ച് ചോദിച്ചിട്ടുണ്ട്. റാണിഗഞ്ച് എവിടെയാണ്? പശ്ചിമ ബംഗാളിലാണ്. എവിടെയാണ്? മനസ്സിലാക്കി വെക്കുക. സ്ഥലവും കൂടി മനസ്സിലാക്കി വെക്കുക. റാണിഗഞ്ച് എവിടെയാണ്? പശ്ചിമ ബംഗാളിലാണ്. പിന്നെ ഏതൊക്കെയായിരുന്നു? ബക്കാറോ ജാർഖണ്ഡ്, കോർബ ഛത്തീസ്ഗഡ്, താൽച്ചാർ ഒഡീഷ, സിംഗരേണി തെലുങ്കാന. താൽച്ചാർ ഒഡീഷ, സിംഗരേണി തെലുങ്കാന, കോർബ ഛത്തീസ്ഗഡ്, ബൊക്കാറോ ജാർഖണ്ഡ്, റാണിഗഞ്ച് പശ്ചിമ ബംഗാളിലാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ഇന്ത്യയിലെ പ്രധാന ഇരുമ്പുരുക്ക് ഖനമേഖലകൾ താഴെ തന്നിരിക്കുന്നു. ഏതാണ് എന്ന് നോക്കിയേ. ഒഡീഷ ചേരുംപടിയാണല്ലേ. ഏതാണ് നോക്കിയേ. മുകളിൽ തന്നിട്ടുള്ളവയിൽ തെറ്റായ ജോഡി ഏതാണ് ചോദിച്ചാണ് SCERT ക്വസ്റ്റ്യൻ, സോറി PYQ ക്വസ്റ്റ്യൻ ആണ്. ഒഡീഷ അവിടെ ശരിയാണ്. ഒഡീഷ സുന്ദർഗഡ് അവിടെ ശരിയാണ്. കർണാടക
ഇരുമ്പുരുക്കാണ്, അത് ശരിയല്ലല്ലോ. നീലഗിരിയാണോ? അല്ല അല്ലെ. കർണാടക ബെല്ലാരി അല്ലെ. ചിക്മംഗ്ലൂർ ഷിമോഗ ചിത്രദുർഗൊക്കെയാണ്. തമിഴ്നാട് സേലം. ജാർഖണ്ഡ് സിംബം, അതും അവിടെ ശരിയാണ്. അപ്പൊ ഏതൊക്കെയാണ്? 2 മാത്രമാണ് അവിടെ തെറ്റായത്. തെറ്റായ ജോഡിയാണ് അവിടെ ചോദിച്ചത്. 2 മാത്രമാണ് അവിടെ തെറ്റായ ജോഡി എന്ന് മക്കള് മനസ്സിലാക്കി വെക്കുക. ഇതിന് അടുത്ത് എന്താണ്? നമുക്കറിയാലോ, ഇരുമ്പുരുക്കിന്റെ കാര്യമൊക്കെ അറിയാലോ അല്ലെ. ഇരുമ്പായി നിന്നാണ് ഇരുമ്പുരുക്കൊക്കെ വേർതിരിച്ചെടുക്കുന്നത് അല്ലെ. ഇതിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ഇരുമ്പുരുക്ക് നിക്ഷേപങ്ങൾ ഏതൊക്കെയാണ്? മാഗ്നറ്റൈറ്റ് ഉണ്ടാവും, ഹെമറ്റൈറ്റ് ഉണ്ടാവും, പിന്നെന്താണ്? സിഡറൈറ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ ഇന്ത്യയിൽ പ്രധാനമായി ഇരുമ്പുരുക്ക് നിക്ഷേപങ്ങൾ കാണപ്പെടുന്ന സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ ഒഡീഷ, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, കർണാടക, ഗോവ, ആന്ധ്രാപ്രദേശ്, then എന്താണ്? തമിഴ്നാടാണ്. കരിമ്പുൽപാദനത്തിൽ 1-ാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? 1-ാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശാണ്. ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം മുന്നിൽ നിൽക്കുന്ന രാജ്യം ചോദിക്കുകയാണെങ്കിൽ അത് ബ്രസീലാണ്. കേരളത്തിലെ ആധുനിക വ്യവസായങ്ങളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തിയ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ഏത് ജില്ലയിലാണ് മക്കളെ? പള്ളിവാസൽ 1940 അല്ലെ. ഏതാണ്? മുതിരമ്പുഴ എന്നൊക്കെ നമുക്കറിയാം. പക്ഷെ ജില്ല അറിഞ്ഞില്ലെങ്കിൽ പണി കിട്ടും. ഇടുക്കി ജില്ലയാണ്. ഏതാണ് മക്കളെ? ഇടുക്കി ജില്ലയാണ്. പള്ളിവാസൽ കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ്. 1940 മുതിരമ്പുഴയിലാണ് സ്ഥാപിതമായത് അല്ലെ. പള്ളിവാസൽ സ്വകാര്യ ആവശ്യത്തിനായി ജലവൈദ്യുത പദ്ധതി ആരംഭിച്ച കമ്പനി ചോദിച്ചിട്ടുണ്ട്. കണ്ണൻ ദേവനാണ് അല്ലെ. കണ്ണൻ ദേവനാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണ ശാല ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാല ഏതാണ് മക്കളെ? ജാംനഗർ, ഗുജറാത്തിലെ. ഏതാണ്? ജാംനഗർ, ഗുജറാത്താണ്. ജാംനഗർ ഇന്ത്യയിലെ ഏറ്റവും, ഗുജറാത്താണ്. അതുപോലെ തന്നെ ഏറ്റവും പഴക്കമേറിയ എണ്ണ ശുദ്ധീകരണശാല ചോദിക്കുകയാണെങ്കിൽ ദിഗ്ബോയ് ആസാമാണ് അല്ലെ. റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് കമ്മീഷൻ ചെയ്ത ലോകത്തിലെ ഏറ്റവും വലിയ റിഫൈനറി ഓഫ് ഗ്യാസ് സ്ഥിതി ചെയ്യുന്നതാണ് ഈ ജാംനഗർ എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ പൊതുമേഖലാ എണ്ണ ശുദ്ധീകരണശാലയാണെങ്കിൽ അത് ഗുവാഹത്തിയാണ്. ജവഹർലാൽ നെഹ്റു സമൃദ്ധിയുടെ നീരുറവ എന്ന് വിശേഷിപ്പിച്ച എണ്ണപ്പാടം ഏതാണ്? പറഞ്ഞ്. ജവഹർലാൽ നെഹ്റു അല്ലെ. എല്ലാം ഞാൻ പറഞ്ഞിരുന്നത്. ആൻസർ പറ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവന നിരീക്ഷിക്കുക. ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണെന്ന് പറയുക. ഏതാണിത്? ഇതെല്ലാം PYQ തന്നെയാണ് കേട്ടോ. ഏതാണ് ആൻസർ? ഇന്ത്യയിലെ മുഖ്യ താപോർജ്ജ സ്രോതസ്സാണ് കൽക്കരി എന്ന് പറയുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിയം ഖനിയോ? അത് മുംബൈ ആണ് കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിയം ഖനിയാണെങ്കിൽ അത് മുംബൈ ആണ്. ഏറ്റവും കൂടുതൽ പ്രകൃതിവാതക ശേഖരമുള്ളതും മുംബൈ ഹൈ തന്നെയാണ് കേട്ടോ. ആൻസർ 32ാമത്തെ ആൻസർ പറഞ്ഞേ. ഉറങ്ങിയതാണ്. പകുതിയും കാണാനില്ല ഗ്രൂപ്പിൽ. ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാന വ്യവസായ മേഖലയിൽ ഏത് ചോദ്യമാണ്? ഇന്ത്യയിൽ തന്നൊരു പ്രസ്താവന ശരിയായ നിരീക്ഷ. ഇന്ത്യയിലെ മുഖ്യ താപോർജ്ജ സ്രോതസ്സാണ് കൽക്കരി എന്ന് പറയുന്നു. അതവിടെ ശരിയാണോ? പരീക്ഷയ്ക്ക് ചോദിക്കുക, അന്ന് എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ശരിയാണ്. പ്രധാന വ്യവസായിക ഇന്ധനമാണ് കൽക്കരി എന്ന് പറയുന്നു. അതും ശരിയാണ്. ബിറ്റുമിനസ് വിഭാഗത്തിൽപ്പെട്ട കൽക്കരിയാണ് ഇന്ത്യയിൽ കൂടുതലായും കാണപ്പെടുന്നു എന്ന് പറഞ്ഞു. അതും ശരിയാണ്. മഹാരാഷ്ട്രയിലെ മുംബൈ ഹൈ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം പറഞ്ഞ സമ്മതിക്കാൻ പറ്റുമോ? അല്ല. ഏതാണ്? ജാർഖണ്ഡിലെ അല്ലെ. ഏതാണ്? ജാർഖണ്ഡിലെയാണ്. ജാരിയാണ് ഏറ്റവും വലിയ എണ്ണപ്പാടം അല്ലെ. ഏറ്റവും വലുത് നമ്മൾ പറഞ്ഞു പെട്രോളിയം ഖനിയാണെങ്കിൽ അത് മുംബൈ ഹൈ ആണ്. അപ്പൊ ഏതൊക്കെ ശരി? 1, 2, 3 ശരി. ഏതൊക്കെയാണ്? 1, 2, 3 ശരി. ഞാനിത്ര സ്പീഡിൽ പോവാണ്. എന്താറിയോ നിങ്ങൾക്ക്? ശരിയല്ല. ഇന്ത്യയിലെ പ്രധാന വ്യവസായ മേഖല ഉൾപ്പെടാത്തത് ഏതാണ്? വ്യവസായ മേഖലയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? 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 33ാമത്തെ ചോദ്യം. അംബാല കേട്ടോ. അംബാല അമൃത്സർ ആണ്. ഓപ്ഷൻ ഡി ആണ്. കേരളത്തിലെ വ്യവസായ തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഏതാണ്? വ്യവസായ തലസ്ഥാനം എന്നറിയപ്പെടുന്നത് എറണാകുളമാണ് അല്ലെ. ഏതാണ്? തൃശ്ശൂരാണെങ്കിൽ സാംസ്കാരിക തലസ്ഥാനമാണ്. താഴെ തന്ന ശരിയായ ജോഡി
ബിഷ്യ നമ്മൾ പറഞ്ഞു ഏതാണ്? ഛത്തീസ്ഗഡ് ആണ്, അത് തെറ്റാണ്. പിന്നെ റൂർക്കേല ഒഡീഷയാണ്, അതും തെറ്റാണ്. ദുർഗാപൂർ പശ്ചിമ ബംഗാള്, ബക്കാറോ ജാർഖണ്ഡ് ആണ്. പരീക്ഷയ്ക്ക് എന്തായാലും ഈ ഒരു ചോദ്യം ഉണ്ടാവും. 3, 4 അവിടെ ശരിയായിട്ടുള്ളത്. അടുത്ത് കശുവണ്ടി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? കശുവണ്ടി ഗവേഷണ കേന്ദ്രം എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? ആനക്കയമാണോ? കേരളത്തിൽ ഏറ്റവും കൂടുതൽ കശുവണ്ടി ഫാക്ടറികൾ ഉള്ള ജില്ലയാണ് അല്ലെ? ഇടുക്കിയാണെന്നൊക്കെ അറിയാം. അപ്പൊ കശുവണ്ടി ഗവേഷണ കേന്ദ്രം എവിടെയാണ്? ആനക്കയമാണ് അല്ലെ? മാടക്കത്തറയൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? കേരളത്തിൽ ഏറ്റവും കൂടുതൽ കശുവണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയാണെങ്കിൽ കണ്ണൂരാണ്. കശുവണ്ടി ഫാക്ടറി ആണെങ്കിൽ കൊല്ലമാണ്. കശുവണ്ടിയുടെ ഈറ്റില്ലം എന്നറിയപ്പെടുന്നത് കൊല്ലമാണ്. കശുവണ്ടി ഉൽപാദനത്തിൽ ഇന്ത്യക്ക് എത്രാം സ്ഥാനമാണ്? കമന്റ് ചെയ്ത് എത്രാം സ്ഥാനമാണ്? 1. കശുവണ്ടി ഉൽപാദനത്തിൽ ഇന്ത്യക്ക് എത്രാം സ്ഥാനമാണ്? അതന്നെ നിങ്ങൾ പറഞ്ഞത് ശരി തന്നെയാണ്. 5. അതന്നെ 2. 5, 2, 8. 8 ആണോ? പോൾ ചെയ്യാം നമുക്ക്. പറഞ്ഞു അറിഞ്ഞൂടെ മിസ്സേന്ന്. 5 ആണല്ലോ മെജോറിറ്റി. സൂപ്പർ ആയിട്ടുണ്ടല്ലോ. 5 ആണോ 6 ആണോ? 5, 6 ആയിരിക്കും അല്ലേ? ഞാൻ എന്താ ചോദിച്ചത്? കശുവണ്ടി ഉൽപാദനത്തിൽ ഇന്ത്യയിൽ 2. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കശുവണ്ടി ഉൽപാദനം ഇന്ത്യയിൽ കേരളത്തിന്റെ സ്ഥാനം എത്രയാണ്? ഈ ഒരു ചോദ്യം നിങ്ങൾ കമന്റ് ചെയ്യുക കേട്ടോ. കശുവണ്ടി ഉൽപാദനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്ന് കമന്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ കശുവണ്ടി ഉൽപാദനത്തിൽ നിങ്ങൾ ആൻസർ കണ്ടുപിടിച്ചിട്ട് ക്ലാസ് കഴിഞ്ഞിട്ട് കമന്റ് ചെയ്യും. നിങ്ങൾക്ക് ഉത്തരവാദിത്വം ഉണ്ട്, എനിക്ക് മാത്രമൊന്നുമല്ല. എന്നാ 2 ആവും അല്ലെ? കശുവണ്ടി ഉൽപാദനം നമ്മുടെ കേരളത്തിൽ എത്രാം സ്ഥാനമാണ്? പറഞ്ഞേ. 1ാം സ്ഥാനമാ? 6ാം സ്ഥാനം. എത്രയാണ്? 6ാം സ്ഥാനം. ഒരു എണ്ണ രൂപയിലൊക്കെ ഉറക്കത്തിൽ പറയാണ്. 6. മിസ് പറ ഒക്കെ മിസ് അങ്ങനെ വായില് ഫീഡ് ചെയ്ത് തരാം കേട്ടാ. കേരളത്തിന് ഇന്ത്യക്ക് 2ാം സ്ഥാനമാണ്, കേരളത്തിന് അതാ പ്രിൻസ് വിനോദ് സൂപ്പർ 6ാം സ്ഥാനം പറഞ്ഞു അല്ലെ? കശുവണ്ടി ഉൽപാദനം ഇന്ത്യയിൽ 6ാം സ്ഥാനമാണ് നമ്മുടെ കേരളത്തിന്. അപ്പൊ ഇന്ത്യക്ക് എത്രാം സ്ഥാനമാണ് എന്നും കൂടി മനസ്സിലാക്കുക കേട്ടാ. കേരളത്തിൽ കശുവണ്ടി ഗവേഷണ കേന്ദ്രമാണെങ്കിൽ ആനക്കയം പറഞ്ഞു, മലപ്പുറത്തും. മാടക്കത്തറ തൃശ്ശൂരാണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത സ്റ്റീൽ സിറ്റി എന്നറിയപ്പെടുന്ന നഗരം ഏതാണ്? സ്റ്റീൽ സിറ്റി എന്ന് ഞാൻ പറഞ്ഞപ്പോ എന്റെ 6 പറയണം. അതുവരെ ഒരെണ്ണമായി തുറന്നില്ല. സ്റ്റീൽ സിറ്റി എന്നറിയപ്പെടുന്നത് ഏതാണ്? സ്റ്റീൽ സിറ്റി ജംഷഡ്പൂർ ആണ് അല്ലെ? ഏറ്റവും പറഞ്ഞു നമ്മള് സ്വകാര്യ ഇരുമ്പുരുക്ക് വ്യവസായമായ ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡിലെ ജംഷഡ്പൂരിലെ സ്റ്റീൽ സിറ്റി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നു. ഇന്ത്യയിൽ ഇരുമ്പുരുക്ക് വ്യവസായത്തിന് തുടക്കം കുറിച്ച നിർദ്ദേശം ചോദിക്കുകയാണെങ്കിൽ പോർട്ടോ നോവ അല്ലെ? തമിഴ്നാട്ടിലെ 1830 ഇന്ത്യയിലെ ആദ്യത്തെ വൻകിട ഇരുമ്പുരുക്ക് വ്യവസായശാല ആരംഭിച്ചത് നമ്മൾ പറഞ്ഞു കുൾട്ടി പശ്ചിമ ബംഗാളാണ് എന്നും കൂടി പറഞ്ഞു. അടുത്ത 38 കഴിഞ്ഞു. നിങ്ങൾ ഇപ്പൊ വിടാം കേട്ടോ. അടുത്തത് ഇതൊക്കെ PYQ ആണ് മക്കളെ. പട്ടികയിൽ താഴെ തന്നിരിക്കുന്ന കോഡുകൾ ഉപയോഗിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഞാൻ ഒരിക്കലും ഇങ്ങനത്തെ ഞാൻ എപ്പോഴും മാച്ച് ദ ഫോളോയിങ് അല്ലെങ്കിൽ ചേരുംപടി ചേർക്കുക. ഞാൻ എപ്പോഴും ചുരുക്കിയേ ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് PYQ ആയതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. പട്ടിക 1, പട്ടിക 2. ഇന്ത്യയുടെ ധാതു ഹൃദയഭൂമി എന്നറിയപ്പെടുന്നത് ഏതാണ്? ഇന്ത്യയുടെ ധാതു ഹൃദയഭൂമി എന്നറിയപ്പെടുന്നത് അത് മറ്റൊന്നുമല്ല. ഏതാണ്? ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയാണ്. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയാണ്. സിർക്കോണിയം എന്താണ്? സിർക്കോണിയം ഏതാണ്? കേരള തീരമാണ്. അടുത്ത ഇന്ത്യയുടെ കോട്ടനോപോളിസ് എന്നറിയപ്പെടുന്നത് മുംബൈ ആണ്. ഇന്ത്യൻ അയൺ സ്റ്റീൽ കമ്പനി ഇന്ത്യൻ അയൺ സ്റ്റീൽ കമ്പനി പശ്ചിമ ബംഗാളാണ്. നമ്മളുടെ ആൻസർ, നമ്മളുടെ ഓപ്ഷൻ ഇവിടെ താഴെ ഉണ്ടിട്ട് D ആണ്. നിങ്ങൾക്ക് ആൻസർ മാത്രം കിട്ടിയാ പോരെ? കിട്ടിയാ? ഓക്കെ. അടുത്ത ചോദ്യം.
ടൂറിസത്തെ വ്യവസായമായി കഴിഞ്ഞിട്ട് 2 ക്വസ്റ്റ്യനേ ഉള്ളൂ, 2 അല്ല, ഒരു 4 ക്വസ്റ്റ്യനേ ഉള്ളൂ. അതോടെ നിങ്ങൾ കഴിഞ്ഞു. ഇപ്പൊ വിട്ടാക്കാം, ഇപ്പൊ ഭക്ഷണം കഴിക്കാൻ വിടാം കേട്ടാ. ഇത് കഴിഞ്ഞ് നമ്മുടെ വ്യവസായം നമ്മൾ തിരിഞ്ഞു നോക്കണ്ട, ഫുൾ കിട്ടും. ടൂറിസത്തെ വ്യവസായമായി അംഗീകരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഏതാണ് ഇന്ത്യൻ സംസ്ഥാനം? അത് കറക്റ്റ് ആയിട്ട് എന്റെ പിള്ളേർ ആൻസർ പറയാ, കേരളമാണ്. അങ്ങനെയാണെങ്കിൽ ഏത് വർഷം ചോദിക്കുകയാണെങ്കിൽ വായി തുറക്കില്ല. 1986-ലാണ് അല്ലെ, 1986-ലാണ് കേരളത്തെ ടൂറിസം വ്യവസായമായി അംഗീകരിച്ചത്. ഇന്ത്യൻ ടൂറിസം സൂപ്പർ ബ്രാൻഡായ ആദ്യ സംസ്ഥാനം കൂടിയാണ് നമ്മുടെ കേരളം. കേരള ടൂറിസത്തെ പ്രോത്സാഹിപ്പിച്ച വ്യക്തി ആരാണ്? ഗോദവർമ്മ രാജയാണ് എന്നും കൂടി. മിസ് ഇത്തിരി വെള്ളം കുടിച്ച തൊണ്ട വരളും. ശരിയാണ്, എൻ്റെ ലിപ്സ്റ്റിക് ഒക്കെ പോയി. ഞാൻ കഷ്ടപ്പെട്ട് ചുണ്ടിൽ ഇത്തിരി ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ട് വന്നാണ്, എല്ലാം പോയി. അമ്മാരി സൗണ്ട് അല്ലേ. ഞാൻ അടുത്ത ലൈവിന് കുറച്ചും കൂടി ഇട്ട് വരാം കേട്ടാ. ഏതാണ് പറഞ്ഞേ? ഗോദവർമ്മ രാജ എന്താണ്? കേരള ടൂറിസത്തെ പ്രോത്സാഹിപ്പിച്ച വ്യക്തിയാണ് ട്ടാ. എന്തൊരു ചിരി, കുളിച്ചില്ലെങ്കിൽ ലിപ്സ്റ്റിക് കിട്ടുന്നതാണ്. ലിപ്സ്റ്റിക് മേടിച്ചു തരാ, പേടിക്കണ്ടെന്ന്. അതൊന്നും കുഴപ്പമൊന്നുമില്ല. എനിക്കൊക്കെ ലിപ്സ്റ്റിക് ഒക്കെ വാങ്ങിച്ച് നമ്മുടെ LPP സമയത്തൊക്കെ ഒരാൾ ലിപ്സ്റ്റിക് എനിക്ക് കൊറിയറൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. കാരണം എനിക്ക് ഇച്ചിരി ഒന്ന്, കാരണം കുളിച്ചില്ലെങ്കിലും ഇത്തിരി ഒന്ന് ഇപ്പോൾ തലയൊക്കെ ഇട്ടിട്ട് അത് കുറച്ച് പുട്ടിയൊക്കെ ഇട്ടിട്ട് കുറച്ച് ലിപ്സ്റ്റിക് ഇട്ടാൽ യൂട്യൂബിൽ വരാൻ കുറച്ച് ഭംഗിയുണ്ടാവും. അപ്പം അതിന് വേണ്ടിയാണ് ലിപ്സ്റ്റിക് ഇടുന്നത്, വേറൊന്നും അല്ല കേട്ടാ. പക്ഷെ ഇമാര് സംസാരിച്ചപ്പോൾ ടച്ചപ്പ് ചെയ്യായിരുന്നു, കുഴപ്പമില്ല. കാരണം ഫസ്റ്റ് നിങ്ങൾ എന്നെ കാണുമ്പോൾ ലൈവ് തുടങ്ങുമ്പോൾ ഈ ഫേസ് ആയിരിക്കില്ല, ഇപ്പൊ 3 ഒന്ന് മങ്ങിയിട്ടുണ്ടാവും, കാരണം ലിപ്സ്റ്റിക് പോയത് കൊണ്ടാണ്, വേറൊന്നും അല്ല കേട്ടാ. ശരി, അപ്പൊ നമ്മൾ പറഞ്ഞു മിസ് അല്ലെങ്കിൽ ഗ്ലാമറിൽ റംസി നിനക്ക് എന്തായാലും പരീക്ഷയ്ക്ക് റാങ്ക് ഉണ്ടാവും കേട്ടാ. ലിപ്സ്റ്റിക് ഇപ്പൊ ഇവിടെ ഇല്ല, പുറത്താണ്, ബാഗിലാണ്. ശരി, ഇന്ത്യയിലാദ്യമായി ഇക്കോ ടൂറിസം നിലവിൽ വന്ന തെന്മല കൊല്ലത്താണ് അല്ലെ, 1988-ലാണ്. കേരളത്തിലെ ആദ്യത്തെ ടൂറിസം വില്ലേജ് ചോദിക്കുകയാണെങ്കിൽ കുമ്പളങ്ങി എറണാകുളമാണ്. കേരളത്തിൽ ടൂറിസം പ്രോത്സാഹിപ്പിക്കാൻ കേരള ഗവൺമെന്റ് ആരംഭിച്ച പദ്ധതി ചോദിക്കുകയാണെങ്കിൽ കേരള ഗ്രാൻഡ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. ഈ കേരള ഗ്രാൻഡ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ എപ്പോഴാണ് വന്നത് മക്കളെ? 2007-ലാണ് ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ ടൂറിസമായി അംഗീകരിച്ചത് 1986 ട്ടാ. ടൂറിസത്തെ വ്യവസായം അംഗീകരിച്ച സംസ്ഥാനം കേരളമാണ്. അംഗീകരിച്ച് 86-ലാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. മിസ് ലിസ്റ്റിക് പോയതാണ്, ഹേർട്ടി സോങ്സ് പിന്നെ പറഞ്ഞുതരാം ബാക്കി ഉത്തരം കേട്ടോ. എന്താണ് കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ സ്ഥാപിതമായ വർഷം ചോദിച്ചിട്ടുണ്ട്. അത് 1966 നവംബർ മാസം 1-ാം തീയതിയാണ് അല്ലെ. നവംബർ മാസം 1-ാം തീയതിയാണ്. അതിന്റെ ആസ്ഥാനം ചോദിച്ചിട്ടുണ്ട്, എവിടെയാണ്? തിരുവനന്തപുരമാണ്. എന്താണ് ആപ്തവാക്യം? ദൈവത്തിന്റെ സ്വന്തം നാട്ടിലേക്ക് അല്ലെ. എന്താണ് ഔദ്യോഗിക അധികാരം? എന്താണ്? ദൈവത്തിന്റെ സ്വന്തം നാട്ടിലേക്ക് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ഇന്ത്യയിലെ ആദ്യ തുറമുഖ അധിഷ്ഠിത ഉരുക്കുശാല സ്ഥാപിതമായ പ്രദേശം ഏതാണ്? ഏതാണ് പ്രദേശം? ഏതാ മക്കളെ? വിശാഖപട്ടണമാണ്. ഏതാണ്? വിശാഖപട്ടണമാണ്. വിശാഖപട്ടണമാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. അടുത്ത ചോദ്യം, ഇനി പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയിൽ ചെറുകിട വ്യവസായം അല്ലാത്തത്? പഞ്ചസാരയാണോ, പരുത്തിയാണോ, പെട്രോളിയമാണോ, കൈത്തറിയാണോ? എന്താണ്? ഏതാണ്? പെട്രോളിയം വ്യവസായം അല്ലെ. ഏതാണ്? പെട്രോളിയം വ്യവസായമാണ് ആൻസർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിയം പ്രകൃതിവാതക ഖനന ഉൽപാദന കമ്പനി ഏതാണ്? ONGC ആണ് അല്ലെ. ആസ്ഥാനം ന്യൂഡൽഹിയാണ്. 1956-ലാണ് വന്നത്. സൂചനകൾ ശ്രദ്ധിച്ച് ശരിയായ ഓപ്ഷൻ കണ്ടെത്തുക. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്കുശാല വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ ആണ് എന്ന് പറയുന്നു. അതവിടെ തെറ്റാണ്. റൂർക്കേല സ്റ്റീൽ പ്ലാന്റ് റഷ്യയുടെ സഹായത്തോടെ പറഞ്ഞു. ഞാൻ സമ്മതിക്കുവോ? ഇമ്മാര് തൊണ്ട തുറന്ന് ഞാൻ പറഞ്ഞതാണല്ലേ. റൂർക്കേല ഏതാണ്? ജർമ്മനിയാണ് പറഞ്ഞു. അപ്പൊ അത് രണ്ടും അവിടെ ശരിയല്ല. സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പനങ്ങാട് കൊച്ചിയാണ് അല്ലെ. പനങ്ങാട് കൊച്ചി സ്ഥാപിതമായത് 1947-ലാണ് എന്നും കൂടി മനസ്സിലാക്കുക. കേരളത്തിന്
ഏറെ അനുയോജ്യമായ വികസന സാധ്യതയുള്ളതുമായ ആധുനിക വ്യവസായം ഏതാണ്? ഏത് വ്യവസായമാണ്? പറഞ്ഞേ. കേരളത്തിൽ ഏറെ അനുയോജ്യമായ വികസന സാധ്യതയുള്ള ആധുനിക വ്യവസായമാണ് വിവര സാങ്കേതിക പറഞ്ഞേ വിദ്യ. ഓപ്ഷൻ ബി ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. SCERT നോക്കിയാൽ കിട്ടും. വിവര സാങ്കേതിക വിദ്യ എയർ വ്യവസായവുമായി ബന്ധപ്പെട്ട പ്രസ്താവന അല്ലെ, അതൊക്കെ നമുക്കറിയാം. കേരളത്തിലെ വിദേശ നാണ്യം അല്ല, 45-ാം ചോദ്യമാണ്. ക്വസ്റ്റ്യൻ മാറിയാ? ഇല്ല. കേരളത്തിലെ പരമ്പര വ്യവസായങ്ങളിൽ 2ാം സ്ഥാനം നിൽക്കുന്ന വ്യവസായമാണ് പറഞ്ഞ സമ്മതിക്കാൻ പറ്റുമോ? അതവിടെ തെറ്റാണ്. എന്താണ്? 1ാം സ്ഥാനമാണ് കേട്ടോ. ഏതാണ്? 1 കേരളത്തിൽ ഏറ്റവും കൂടുതൽ കയർ വ്യവസായമുള്ള ജില്ല കോട്ടയമാണ്. തെറ്റാണ്. എന്താണ്? ആലപ്പുഴയാണ്. കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി ആണ് അല്ലെ ജെയിംസ് ഡാറാസ് മെയിൽ 59. അപ്പൊ അത് ശരിയാണ്. കേരളത്തിലെ പരമ്പരാഗത വ്യവസായങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ തൊഴിൽ ചെയ്യുന്ന വ്യവസായമാണ് അത്. ശരിയാണ്. കേന്ദ്ര കയർ ഗവേഷണ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴയാണ് എന്ന് പറയുന്നു. അപ്പൊ എന്താണ് ആലപ്പുഴ അല്ലെ? 2, 4, 3, 4, 5 അവിടെ ശരിയാണ്. 3, 4, 5 അത് ശരിയാണ്. സമ്മതിക്കാൻ പറ്റില്ല. അതന്നെയാണ് നമ്മുടെ ആൻസർ എന്നും കൂടി ഓർത്തു വെക്കുക. പിന്നെ അടുത്ത ചോദ്യം, കേരള സ്റ്റേറ്റ് റബ്ബർ കോപ്പറേറ്റീവ് ലിമിറ്റഡിന്റെ ആസ്ഥാനം എവിടെയാണ്? ഏതാണ്? റബ്കോ അല്ലെ. റബ്കോ വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1900 കശുവണ്ടി ഉൽപാദനം അവിടെ ഇപ്പൊ നെറ്റ് തപ്പിയതാണ്. ഇന്ത്യക്ക് 2ാം സ്ഥാനമാണ്. ഓക്കെ, 7 മാർക്ക് കിട്ടിയിട്ടാ. 1991 റബ്കോ എവിടെയാണ്? കണ്ണൂരാണ് അല്ലെ. റബ്കോ മാട്രസ് കണ്ണൂരാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്നത് കേരളത്താണ്. ഏറ്റവും ഇന്ത്യയിലായത് റബ്ബർ ബോർഡ് എന്താണ്? ഐരാപുരമാണ്. റബ്ബർ കർഷകരിൽ നിന്ന് നേരിട്ട് റബ്ബർ വാങ്ങുന്ന ഒരേ ഒരു ഗവൺമെന്റ് ഏജൻസിയാണ് റബ്ബർ മാർക്ക് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. then അടുത്ത ചോദ്യം എന്താണ്? 47-ാം ചോദ്യം. താഴെ നൽകിയിരിക്കുന്ന കഴിഞ്ഞു 2 ക്വസ്റ്റ്യൻ ഉണ്ട്. ഇപ്പൊ വിടാട്ടാ. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളുമായി ബന്ധപ്പെട്ട വ്യവസായം തിരിച്ചറിയുക. കേരളത്തിൽ വിദേശ നാണ്യം അല്ലെ, വിദേശ നാണ്യം നേരിടുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന വ്യവസായമാണ്. ഏതാണ് ആൻസർ? ഏറ്റവും കൂടുതൽ ഫാക്ടറിയുള്ള ജില്ല കശുവണ്ടി ഈറ്റില്ലം എന്നറിയപ്പെടുന്ന കൊല്ലമാണ്. ദേശീയ ഗവേഷണ കേന്ദ്രം പുട്ടൂർ കർണാടക. കൊല്ലം ജില്ല എന്ന വ്യവസായത്തിന് ഈറ്റില്ലം എന്ന് അറിയപ്പെടുന്നു. നമ്മൾ പഠിച്ചൂലേ കശുവണ്ടി, മാടക്കത്തറ പഠിച്ച, ആണക്കയം പഠിച്ച. അപ്പൊ ഏതാണ്? ഓപ്ഷൻ സി കശുവണ്ടിയാണ്. then പൊതുമേഖലയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല നമ്മൾ പറഞ്ഞു ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ അല്ലെ. ഓപ്ഷൻ ബി ആണ്. കയറി വന്ന ചോദ്യമാണ്. ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്ത പ്രദേശം ഏതാണ് മക്കള്? ബോയ് ആണ് അല്ലെ. ഓയിൽ സിറ്റി ഓഫ് ആസാം അല്ലെ, എണ്ണ നഗരം എന്നറിയപ്പെടുന്നത് ഇന്ത്യയിലെ ഏത് ജില്ലയാണ്? ട്രാൻസുക്കിയ ജില്ല, ആസാം അല്ലെ. ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും പഴക്കം ചെന്ന എണ്ണക്കിണർ ദിഗ്ബോയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നും കൂടി ഓർത്തു വെക്കുക. then നമ്മളുടെ 50-ാമത്തെ ചോദ്യം എന്താണ്? താഴെ തന്നിരിക്കുന്നവയിൽ ശരിയല്ലാത്തതേത്? ആദ്യ പേപ്പർ മില്ല് സൊറാംപൂർ എന്ന് പറയുന്നു. അതവിടെ ശരിയായി നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമാണ്. then ആദ്യത്തെ ചണമില്ല് റിഷറയാണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആദ്യത്തെ ന്യൂസ് പ്രിന്റ് ഫാക്ടറി ചെന്നൈ ആണ്, അല്ല തെറ്റി. നേപ്പാനഗറാണ് അല്ലെ, നേപ്പാനഗറാണ്. ആദ്യത്തെ കോട്ടൺ ഫാക്ടറി എന്നറിയപ്പെടുന്ന ഏതാണ്? പോർട്ട് ഗ്ലേസർ അല്ലെ, അല്ല കാൺപൂർ പറഞ്ഞു, തെറ്റാണ്. പോർട്ട് ഗ്ലേസർ ആണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഏതൊക്കെയാണ്? 1ഉം 2ഉം മാത്രമാണ് ശരി അല്ലെ. ആദ്യ സിമന്റ് ഫാക്ടറി ആണെങ്കിലോ അതാണ് ചെന്നൈ ട്ടാ. ആദ്യ കമ്പിളി വ്യവസായ മില്ലാണ് കാൺപൂർ. ആദ്യത്തെ സിമന്റ് ഫാക്ടറി ആണെങ്കിൽ ചെന്നൈയും, ആദ്യ കമ്പിളി വ്യവസായ മില്ലാണ് കാൺപൂരാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. അങ്ങനെ എന്റെ മക്കൾക്ക് വ്യവസായം മൊത്തം ഞാൻ പറഞ്ഞു തന്നു. സോറി ശരിയല്ലാത്തതാണ് അല്ലെ, ഒന്ന് ക്ഷമിക്കുക. അപ്പോ ഏതൊക്കെയാണ്? ഒന്ന് ക്ഷമിക്കുക. ലാസ്റ്റ് ആർക്കാണെങ്കിൽ ഒരു തെറ്റ് പറ്റും. 3ഉം 4ഉം എവിടെയാണ്? സോറി ഒന്ന് ക്ഷമിക്കുക.